ആഴങ്ങളിൽ കടലിന്റെ ശാന്തതയിലും സൃഷ്ടിക്കുന്ന തിരമാലകളിലും എത്ര കഥകളാണ് സഞ്ചരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ഓരോ തിരമാലയും ഓരോ അധ്യായമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴങ്ങളിൽ ഇത് അംബ്രോസ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. കടലിലുണ്ടായ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവകൃപ അംബ്രോസിന് തുണയായി എത്തി. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് അംബ്രോസ്. ആഴങ്ങളിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എം അംബ്രോസാണ്. ഞാൻ കൊല്ലം പള്ളിത്തോട്ടത്തിൽ ആണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ 1954 ജനിച്ചു. 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ മത്സ്യബന്ധനത്തിനിറങ്ങി. ആദ്യം കമ്പോലയാണ് ഞാൻ വലിച്ചത്. എൻ്റെ കുടുംബം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേക വള്ളവും വലയും ഒന്നും ഇല്ലായിരുന്നു. അന്ന് അമ്മ കമ്പോളത്ത് പോയാണ്, അപ്പൻ വള്ളത്തിൽ പോയാണ് ജീവിച്ചിരുന്നത്. ദാരിദ്ര്യം ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത മകനെന്ന നിലയിൽ എനിക്കും കടലിൽ പോയാൽ മാത്രമേ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കമ്പോല വലിക്കാൻ ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ ചെറുതായിട്ട്, അന്ന് 1 രൂപ 2 രൂപയൊക്കെ ആണ് നമുക്കൊരു ദിവസം പണിക്ക് പോയി കിട്ടുന്നത്. ആ രൂപ കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും, എൻ്റെ അമ്മയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. 7 മക്കളിലെ മൂത്ത മകനാണ് ഞാൻ. അതിനുശേഷം ഞങ്ങൾ നീട്ടംപല വള്ളം കടലിലേക്ക് ഇറക്കി. ഞാനും എൻ്റെ അപ്പനും എൻ്റെ അനിയന്മാരും 4 പേരുമായിട്ട്. അപ്പോൾ അങ്ങനെ കടലിൽ ഞങ്ങൾ സുലഭമായി പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കടലിൽ വെച്ചൊരു അപകടമുണ്ടായി. ഞാൻ കടലിലേക്ക് പോകുമ്പോൾ മിച്ചർ കപ്പലുണ്ടായിരുന്നു കടലിൽ. അപ്പോൾ ഞങ്ങളന്ന് വല കൊണ്ടുപോയില്ല, മിച്ചർ കപ്പലിൽ പോയി ഈ മത്സ്യം കപ്പക്കാരത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് കര കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ഞങ്ങളുടെ പണി. ആ കൂടുതൽ ദിവസമൊന്നും പോയില്ല. ഞങ്ങളൊരു 3-ാമത്തെ ദിവസം പോയപ്പോൾ വലിയൊരു കാറ്റ് ഞങ്ങളെ പിടിച്ച്. വലിയ കാറ്റെന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റായിരുന്നു അത്. ആ കൊടുങ്കാറ്റ് ഞങ്ങളുടെ വള്ളം കമിഴ്ന്നു. മത്സ്യങ്ങളെല്ലാം കടലിൽ പോയി. അപ്പോൾ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ആരുമില്ലായിരുന്നു. ഞങ്ങൾ 5 പേര് വള്ളത്തിലുണ്ടായിരുന്നു. എൻ്റെ പേര് അംബ്രോസാണെങ്കിൽ വാവച്ചൻ, അദ്ദേഹം തലയാളിയായിരുന്നു. പിന്നെ ആൽബർട്ട് ജോസഫ്, പിന്നെ ജോസഫ് എന്ന് പറയുന്നൊരു കക്ഷി. അപ്പോൾ ഞങ്ങളിങ്ങനെ കടലിൽ കിടന്നപ്പോൾ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ദൈവത്തെ വിളിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിട്ടും ഒരു മനുഷ്യനും ഞങ്ങളുടെ അടുത്ത് വരുന്നില്ല. ആരും കടലിലില്ല. ഒരു വള്ളം മാത്രം കടലിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വാവച്ചൻ. അദ്ദേഹത്തെ പച്ചപ്പഴം എന്ന് നമ്മുടെ പള്ളിത്തോട്ടത്തും കൊല്ലത്തും ഒക്കെ വിളിക്കും. ഞങ്ങൾ പങ്കായം പൊക്കിയപ്പോൾ ഈ പങ്കായം കണ്ട് അദ്ദേഹം വരികയും ഈ ആളുകളെയൊക്കെ ഞങ്ങളുടെ ആ വള്ളത്തിൽ നിന്നും വള്ളം ഉപേക്ഷിച്ചിട്ട് ഞങ്ങളെ കരക്കെത്തിക്കുകയും ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് ഈ പച്ചപ്പഴം വാവിച്ച് ഞങ്ങളെല്ലാം വള്ളത്തിൽ കയറ്റി. ദൈവത്തിൻ്റെ അത്ഭുതമെന്ന് പറയാം. ആ വള്ളം കരയിലെത്തിയപ്പോഴേ ഏതാണ്ട് 5 മണി കഴിഞ്ഞു. ആ ഭയങ്കര കോളിൽ ഞങ്ങൾ 10 ആളുകളും ചെറിയൊരു വള്ളവും കരയ്ക്ക് വന്നു. കരയ്ക്ക് വന്നതിന് ശേഷം 1000 ആളുകൾ ഞങ്ങളുടെ വള്ളം കരയ്ക്ക് വലിച്ചു കയറ്റി. അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു ഞങ്ങളെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് ശേഷം വേളാങ്കണ്ണിയിൽ പോയി. എനിക്ക് അത് ഒരു 10 വർഷം കഴിഞ്ഞാണ് ഞാൻ വാസ്തവത്തിൽ വേളാങ്കണ്ണിയിൽ പോയത്. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് ഈ കടലിലെ സംഭവം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത്. ഞാൻ വളരെ ശക്തമായിട്ട് കരയുകയായിരുന്നു.
അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഭാര്യ എൻ്റെ അടുത്തുണ്ട്. എന്തിന് കരയുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നത്തെ സംഭവം എൻ്റെ മുമ്പിൽ വന്നു, മാതാവ് പ്രത്യക്ഷപ്പെട്ട പോലെ ആ വിവരം എൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞു. അപ്പം ഞാനും ഭാര്യയും ദൈവത്തെ നമസ്കരിച്ചു. അവിടെ വെച്ചാണ് ഞാൻ വാസ്തവത്തിൽ എന്നെ രക്ഷിച്ചത് വേളാങ്കണ്ണി മാതാവാണെന്ന് ഞാൻ ചിന്തിച്ചത്. ആഴങ്ങളിൽ ഇപ്പോൾ വേളാങ്കണ്ണി പള്ളി വെച്ച് ഞാനും ഭാര്യയും പരസ്പരം ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ, അതിന് മുമ്പും അതിൻ്റെ പിൻപും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മാതാവിൻ്റെ ഒരു ചിന്തയും, മാതാവ് നമ്മളെ സംരക്ഷിക്കുകയും മാതാവ് നമ്മളെ രക്ഷിക്കുകയും ചെയ്ത ഒരു ചിന്ത നമുക്ക് വരികയും, അന്ന് വരെ ഞാൻ വളരെ നന്നായിട്ട് പള്ളിയിൽ പോകാത്ത ഞാൻ അതിനുശേഷം നമ്മളുടെ കൊല്ലം പള്ളിയിൽ പ്രതിസന്ധിയാകുകയും ഇന്ന് ദൈവത്തിൻ്റെ ഒരു ചിന്തയിലേക്ക് ഞാൻ വരികയും ഏത് മനുഷ്യനെ കണ്ടാലും സമാധാന അന്തരീക്ഷത്തിൽ സംസാരിക്കുകയും ഒരു മനുഷ്യനെ പോലും ഇന്ന് വരെ ഞാൻ ഒരു തള്ളുപോലും വെച്ച് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ അനുഭവവും അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പൊതുപ്രവർത്തനത്തിന് പോകുമ്പോൾ നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യരെ പോലും നമ്മൾ തള്ളിപ്പറയുന്നൊരു സമീപനം ഇന്ന് വരെ ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഈ പ്രതിസന്ധി ആയതിനു ശേഷം എല്ലാ ആഴ്ചയിലും ഞാൻ പള്ളിയിൽ വരികയും ആ പ്രതിസന്ധി ആകുന്നതിന് മുമ്പ് ഞാൻ പല ദിവസങ്ങളിലും പള്ളിയിലൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ പ്രതിസന്ധി ആയതിനു ശേഷം ഇന്ന് വരെ ഞാൻ പള്ളിയിൽ പോവുകയും ദൈവത്തെ വണങ്ങുകയും മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഇന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മേഖലയിൽ സുഖമില്ലാത്ത ആളുകൾ നമ്മളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ കട്ടിലില്ലാത്തവർക്ക് മറ്റ് ആരെയെങ്കിലും കണ്ട് കട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനും അവരുടെ മരണം വരെ ആ കട്ടിൽ അവരുടെ അടുത്ത് സൂക്ഷിക്കാനും അങ്ങനെ പല സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ദൈവിക നന്മയായിട്ടാണ് ഞാൻ ചിത്രീകരിക്കുന്നത്, ഞാൻ കാണുന്നത്. എല്ലാ ദിവസവും ചെറുപ്പനാളിൽ മുതൽ തന്നെ കടലിൽ പോകുമ്പോൾ കടലിൽ നിന്ന് ഒരു കൈ വെള്ളം കോരി വള്ളത്തിലേക്ക് ഒഴിക്കുകയും ആ കൈ കൊണ്ട് തന്നെ ഞാൻ പിതാവിനും പുത്രനും വെക്കുകയും ചെയ്യും. അത് ഞാൻ എൻ്റെ അപ്പൻ എന്നെ ശീലിപ്പിച്ചതാണ്. കാരണം ദൈവത്തെ വിളിച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് സമയവും കടലിൽ പോകാൻ. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ എത്ര കണ്ട് സ്നേഹിക്കുന്നു എന്ന് കാണപ്പെടുന്ന നമ്മളുടെ അപ്പന്മാരും അമ്മമാരും പോലെ തന്നെ കാണപ്പെടാത്ത നമ്മളുടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നന്മയുണ്ടാകത്തുള്ളൂ എന്ന് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാറ്റും കോളിലുമൊക്കെ നമ്മൾ കടലിൻ്റെ അകത്ത് അകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ 4 പേരായിട്ടാണ് പോകുമെങ്കിലും ധൈര്യം ഏറ്റവും കൂടുതൽ ഞാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ ഗ്രാഹ്യങ്ങൾ നമ്മളിപ്പോൾ കടലിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കാർമേഘങ്ങളിൽ നിന്ന് ഉരുണ്ടുകൂടുകയും ആ കാർമേഘങ്ങളിൽ എങ്ങോട്ടാണ്, കിഴക്കോട്ടാണോ പടിഞ്ഞാറായിട്ടാണോ നമുക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് വടക്കോട്ടാണ് നീങ്ങുന്നെങ്കിൽ അത് തെക്കോട്ടാണ് നീങ്ങുന്നെങ്കിൽ ആ ഏത് ഭാഗത്താണ് ആ ഇരുളിൻ്റെ ദിശ വരുന്നതും ആ ഏത് ഭാഗത്തു കൂടിയാണ് കാറ്റ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് നമ്മൾ കരയ്ക്ക് എത്താനുള്ളൊരു ശ്രമം നടത്തിയപ്പോഴും അവിടെ നമുക്ക് കര കാണാതെ കടലിൽ പലപ്പോഴും കിടന്ന് അപ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ നമുക്കുണ്ടായി നമ്മൾ കടലിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാറ്റ് ഇതാ വരുന്നെന്ന് നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാൻ പറ്റും. കാർമേഘങ്ങൾ വടക്കോട്ട് പറക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, കോള് ഇതാ വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ആ കോളിൻ്റെയും കാറ്റിൻ്റെയും മുമ്പ് കരയ്ക്കെത്താനും ആ ആദ്യത്തെ വള്ളമായി നമ്മൾ കരയ്ക്ക് കൊണ്ട് പിടിച്ച ചരിത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ആളുകൾ എന്നെ പ്രശംസിച്ചിട്ടുണ്ട്. നീ ഇത്രയും പെട്ടെന്ന് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ദൈവിക ചിന്ത നമുക്കുണ്ടായി. അതുപോലെ തന്നെ ദൈവം എങ്ങോട്ടാണ് ആ ഇരുള് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശക്തി നമുക്ക് ദൈവം തരുന്നതായിട്ടാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ കരയിൽ നിന്നും കടലിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് മീൻ പാടം പണ്ട് കാണത്തില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് GPS-ഉം കമ്പ്യൂട്ടറും ഒക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കടലിൻ്റെ അടിത്തട്ടിൽ നിൽക്കുന്ന മീനെ പോലും കാണാൻ പറ്റും. പണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ഈ മീനിൻ്റെ കരുവാപ്പ് അല്ലെങ്കിൽ മീനിൻ്റെ പാടങ്ങൾ കണ്ടാണ് പണ്ട് വല കോരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകും, ഈ മീൻ കോരി കഴിയുമ്പോൾ നമ്മളുടെ വല നിറച്ച് കയറി കഴിയുമ്പോൾ നമുക്ക് വള്ളത്തിൽ കോരി നിറച്ച് കയറുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വള്ളം നിറഞ്ഞു. അപ്പോൾ ഒരു കോളോ കാറ്റോ വന്നാൽ നമ്മളുടെ വള്ളത്തിന് അപ്പുറത്തേക്ക് നമ്മൾ കയറ്റിയാൽ ആ വള്ളം മറിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഉള്ള മീനും കൊണ്ട് നമ്മൾ കരക്കെത്തിച്ച് വില മേടിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എപ്പോഴും നമ്മൾ പോകുന്ന ഒരു ചിന്ത ദൈവത്തിൻ്റെ ചിന്തയായിട്ടാണ് നമ്മളിപ്പോൾ എപ്പോഴും മനസ്സിലാക്കുന്നത്. അത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഓഗി കാറ്റിന് കൊല്ലത്തിൽ നിന്ന് 3 വള്ളം കാണാതായി. അപ്പം ഞങ്ങൾ കൂടെ വള്ളത്തിൽ കയറി പോയി ഏതാണ്ട് 20 പാദംസിൽ കിടന്ന വള്ളം കരയ്ക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കര വന്നപ്പോൾ ഫിഷറീസിൻ്റെ ആളുകളും അതുപോലെ കളക്ടറും ഒക്കെ നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളും ഇത്തരം വള്ളങ്ങൾ ഇറക്കി വിട്ട് അവരെ രക്ഷിക്കാനുള്ളൊരു ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ ഏത് കാറ്റിനെയും അതിജീവിച്ച് നമുക്ക് പോകാനുള്ളൊരു മനസ്സുണ്ടായെന്ന് ഉള്ളൊരു അനുമോദനമൊക്കെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവിക ശക്തി നമുക്കില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. ദൈവിക ശക്തി ഇല്ലാതെ. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ കൂടെയുണ്ട്. അപ്പോൾ ദൈവം നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മളുടെ ആയുസ് പോലും നമ്മളുടെ വായു പോലും നമ്മളെ സംരക്ഷിക്കുന്നത് ദൈവിക ഒരു ശക്തി നമ്മളുടെ മുമ്പിലുണ്ട്. ഇല്ല ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യുമെന്ന് പറയുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരാനായിട്ടുള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് പ്രതിസന്ധി ആയതും അത് തന്നെയാണ്. ഞാൻ ആദ്യം ദൈവത്തെ കൂടുതൽ വിളിച്ചില്ലെങ്കിലും ഞാനിപ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഒരാളായിട്ടാണ് ഇന്ന് ഞാൻ നിലനിൽക്കുന്നത്. ദൈവം എൻ്റെ കൂടെയുണ്ട്. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്, എല്ലാ ആരോഗ്യങ്ങളും തന്നിട്ടുണ്ട്. എനിക്ക് വലിയ രോഗങ്ങളൊന്നുമില്ലാതെ ദൈവം എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആഴങ്ങളിൽ എൻ്റെ അപ്പച്ചന് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണ്ണ് വസൂരിയിൽ നഷ്ടപ്പെട്ടു. ആ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ കടലിൽ വന്ന് നമുക്ക് മത്സ്യം പിടിക്കാനുള്ള ഒരു കഴിവും അറിവും അദ്ദേഹം നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്ന് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ നല്ല ഒരു മത്സ്യത്തൊഴിലാളിയായിട്ടും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ടും നല്ലൊരു പൊതുപ്രവർത്തകനായിട്ടും
ഒക്കെ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും. അമ്മ തലച്ചുമടായി മീൻ കൊണ്ടുപോയി വിറ്റാണ് ഞങ്ങളെ വളർത്തിയത്. ഇന്ന് ആ അമ്മയും മരിച്ചു, അപ്പനും മരിച്ചു. പക്ഷേ അപ്പൻ്റെ ഈ ഒരു കണ്ണ് ഉപയോഗിച്ച് ഏതാണ്ട് 10 കിലോമീറ്ററിനപ്പുറത്ത് നിൽക്കുന്ന മത്സ്യത്തെ, ആ മത്സ്യത്തിൻ്റെ കറുപ്പ്, ആ മത്സ്യത്തിൻ്റെ പാടങ്ങൾ എൻ്റെ അപ്പൻ കാണിക്കുമായിരുന്നു. അപ്പോൾ എന്നെ ഇത്ര കണ്ട് ദൈവത്തിൻ്റെ ആളായിട്ടും ഒരു നല്ല ജോലിക്കാരനായിട്ടും നല്ലൊരു സാമൂഹിക പ്രവർത്തകനായിട്ടും വളർത്തിയതിൻ്റെ ഒരു വലിയൊരു പങ്ക് എൻ്റെ അമ്മയ്ക്കും അപ്പനുമാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെയാണ് ഞാൻ ദൈവത്തെ കണ്ടത്. ട്രീസ എന്നാണ് ഭാര്യയുടെ പേര്. 2 മക്കളുണ്ടായിട്ടുണ്ട്, ജെസ്സിയും അജിതായും. മൂത്ത മോളുടെ പേര് ജെസ്സിയും, രണ്ടാമത്തെ മോളുടെ പേര് അജിതായും. ഒരു മകളെ ടീച്ചറായി, പഠിപ്പിച്ച് ടീച്ചറായി. രണ്ടാമത്തെ മകളെ പഠിപ്പിച്ച് നേഴ്സായി. ഇപ്പോൾ 2 പേരും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് 6ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അവർ FCDPയിൽ ഒരു പൊതുപ്രവർത്തകയായിരുന്നു. അവർ FCDPയിൽ നിന്ന് വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഇപ്പോഴും അവർ വിളിക്കുന്നുണ്ട്, അവർ പോകുന്നില്ല, സുഖമില്ല, പക്ഷേ ഇപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തർക്കമോ വഴക്കോ ഞാൻ എൻ്റെ ഭാര്യേനെ ഇന്ന് വരെ കൈകെത്തി ഒരടി പോലും അടിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ ജീവിതം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 25 വയസ്സ് വരെ, കല്യാണം കഴിക്കുന്നിടം വരെ ഞാൻ വലിയ പള്ളിയിലോ പ്രാർത്ഥനയിലോ കൊച്ചുനാളിലെ ഞാൻ പോയിട്ടുണ്ട്. അതിനുശേഷം വലിയ പ്രാർത്ഥനയ്ക്കൊന്നും പോയിട്ടില്ല. എങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ വലുതായിട്ടൊന്നും പള്ളിയിൽ പോകത്തില്ല. എൻ്റെ ഭാര്യ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ പ്രതിസന്ധി ആയതിനു ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യും. കാരണം ഞാൻ ഇന്ന് വരെ ഒരടി പോലും എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടില്ല. വളരെ സ്നേഹത്തിലാണ് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ചെറുമക്കളും എല്ലാം വിദ്യാഭ്യാസം ചെയ്ത് നല്ല രീതിയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഒരു സങ്കടവും ഒരു നഷ്ടവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് ഞങ്ങൾ ഭാര്യയും മക്കളും ഒക്കെ ജീവിക്കുന്നു. മക്കൾക്ക് വേറെ വീടുണ്ട്. ഭാര്യയും ഞാനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നത്. ഞാൻ പ്രതിസന്ധി ആകുന്നതിന് മുമ്പ് കൂടുതലായിട്ട് പള്ളിയിലൊന്നും പോകാറില്ല. അതേസമയം പ്രതിസന്ധി ആയതിനു ശേഷവും ഞാൻ അതിനു മുമ്പും എൻ്റെ മുമ്പിൽ കാണുന്ന മനുഷ്യനെ ഞാൻ ദൈവമായിട്ട് കണ്ട ഒരാളാണ്. ആ മനുഷ്യനെ ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതാണ് എൻ്റെ ദൈവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ പള്ളിയിൽ പ്രതിസന്ധി ആയതിനു ശേഷം ഞാൻ പള്ളിയിൽ പോവുകയും ആരുമായിട്ട് സംസാരിക്കുകയും അതുപോലെ എല്ലാവരുമായിട്ട് സഹകരിക്കുകയും എല്ലാ പൊതുപ്രവർത്തനങ്ങൾക്കും സഹകരിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുകയും നമ്മളുടെ പള്ളിയാണ് കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത്, ബോധവൽക്കരണം കൊടുക്കുകയും അവരുടെ കുട്ടികളെ മറ്റുള്ള ആളുകളുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു സമ്പർക്കം ഉണ്ടാക്കുകയും അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവിടെ FCDP എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട് കൊല്ലത്ത്. അപ്പോൾ ഡോൺ ബോസ്കോ സൊസൈറ്റിയാണ് അത് നടത്തുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ഞാൻ വൈസ് ചെയർമാനാണ്. അപ്പോൾ ഇന്ന് ഞാൻ വൈസ് ചെയർമാനായിട്ടിരിക്കുമ്പോൾ അവിടെ ട്യൂഷൻ സെൻ്ററുണ്ട്, അവിടെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഇവിടെ എല്ലാം ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം
നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്, നമുക്കൊരു ശക്തി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കാണുന്നതും ദൈവത്തിൻ്റെ നന്മയായി നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കടലിൽ വെച്ച് എനിക്കൊരു വലിയ അപകടമുണ്ടായി. ഒരു വള്ളത്തിൽ വന്ന് കുറച്ച് പേര് നമ്മളെ സംരക്ഷിക്കുകയും നമ്മൾ കരയിലെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ചിന്തയിൽ വന്നിട്ടുള്ളത്, നമ്മൾ കടലിൽ പോയി നമ്മളെ സംരക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജോലിയാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല ഭാഗ്യമായിട്ടാണ്, നല്ലൊരു ചിന്തയായിട്ടാണ് എനിക്ക് ഇതിന് മുമ്പും കടലിൽ വെച്ച് പല അപകടങ്ങളും ഉണ്ടായപ്പോൾ ഇപ്പോൾ ഒരു വള്ളം കടലിൽ റിപ്പയറായോ, മണ്ണെണ്ണ തീർന്നോ, അല്ലെങ്കിൽ വള്ളം റിപ്പയറായോ അവർ കിടക്കുമ്പോൾ നമ്മൾ കടലിൽ നിന്നും അവരെ കളഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവരെ സംരക്ഷിക്കാനും പിന്നെ അതുപോലെ ഒരു വള്ളമോ ബോട്ടോ അല്ലെങ്കിൽ തോണിയോ ആളുകളോ കടലിൽ പോകുന്നെങ്കിൽ, കടലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അപകടത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ സമയത്ത് നമുക്ക് പറ്റുന്ന എല്ലാ സഹായങ്ങളും, വള്ളമിറക്കിയായാലും ഫിഷറീസ് ബോട്ടിറക്കിയായാലും ഫിഷറീസിനെ സമീപിച്ചായാലും അവരെ വിളിക്കാനായാലും അവരെ കൊണ്ടുവരാനായാലും കൊണ്ടുവന്ന് ആ കടലിൽ കിടക്കുന്ന വള്ളങ്ങളെയും ആളുകളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ജോലിയും ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പൻ അമ്മയൊക്കെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയതും. അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ ഉയർച്ചയിൽ, ഞങ്ങളുടെ ജോലി ചെയ്താണ് ഞങ്ങൾ ഉയർച്ച ഉണ്ടായത്. ആ ജോലിയിലും ഞങ്ങൾക്ക് ഇവിടെ മത്സ്യത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മത്സ്യം പിടിക്കാനുള്ള ഒരു സാഹചര്യം ദൈവം ഞങ്ങൾക്ക് സൃഷ്ടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലപ്പോഴും പണ്ട് കാലങ്ങളിലും ഇപ്പോഴും ഇപ്പോൾ പ്രായമായി, പണ്ട് കാലങ്ങളിലൊക്കെ ഫസ്റ്റ് മേടിച്ച ആളുകളാണ് ഞങ്ങൾ മത്സ്യം പിടിച്ച്. ഞങ്ങൾക്കിവിടെ സംഘത്തിലൊക്കെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ഇത്രയും സാധാരണ നിലയിൽ കിടന്ന ഞങ്ങൾക്ക് ഇന്ന് മത്സ്യം പിടിച്ചാണ് വാസ്തവത്തിൽ ദൈവം ഞങ്ങൾക്ക് സമ്പത്തുണ്ടാക്കി തന്നത്. ആ ദൈവത്തിന് തീർച്ചയായും നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ദൈവത്തിന് അന്നും ഇന്നും നമ്മൾ നന്ദി പറയുന്നു.